സർക്കാരിന്റെ ഓൺലൈൻ ടിക്കറ്റിംഗ് ആപ്പിനേക്കാൾ മികച്ചതായിരുന്നു ഉണ്ണി ശിവപാൽ നിർമ്മിച്ച ആപ്പെന്ന് തിയേറ്റർ ഉടമയും ഫിയോക് ഭാരവാഹിയുമായ സുരേഷ് ബാലാജി. തന്റെ തിയേറ്ററിൽ ഈ ആപ്പ് 6 മാസം ഉപയോഗിച്ചു. കൂടുതൽ സിനിമകൾ ആപ്പിൽ ലഭ്യമായിരുന്നില്ല. സർക്കാർ ടെൻഡർ ഉണ്ണി ശിവപാലിന് ലഭിക്കേണ്ടതായിരുന്നുവെന്നും സുരേഷ് ബാലാജി 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഉണ്ണിക്ക് ഈ സിനിമ ഇൻസൈഡെല്ലാം അറിയാവുന്നതുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. റിപ്പോർട്ടിങ്ങും നല്ലതായിരുന്നു, നല്ല റിപ്പോർട്ട്സ് ആയിരുന്നു. അതിലേക്ക് വരുന്ന അട്രാക്ഷൻ വളരെ കുറവായിരുന്നു. മാത്രമല്ല കോമ്പറ്റീറ്റേഴ്സ് ലൈക്ക് ബുക്ക് മൈ ഷോ, പിന്നെ ടിക്കറ്റ് ന്യൂ, അവന്മാരുടെ ആപ്പിലാണ് കൂടുതൽ സെയിൽ നടക്കുന്നുണ്ടായിരുന്നത്. ഗവൺമെന്റ് ഉണ്ടാക്കിയ ആ സോഫ്റ്റ്വെയർ അതിനേക്കാളും ഫാർ ബെറ്റർ ആണത്. അത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അത് കൈരളിയിലും ശ്രീയിലും ആക്ച്വലി ഉപയോഗിച്ചു ഫ്ലോപ്പായ ഒരു സോഫ്റ്റ്വെയർ. അതിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആണ്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഈ നികുതി തട്ടിപ്പ് ഒഴിവാക്കിയുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്നു, എന്നാൽ അത് അട്ടിമറിച്ചു എന്ന ആരോപണമായിരുന്നല്ലോ രാവിലെ ഉണ്ണി ശിവപാൽ ഉന്നയിച്ചത്. ഇപ്പോൾ ഈ ഫിയോക് ഭാരവാഹിയായ സുരേഷ് ബാലാജി സമാനമായ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ നൽകുകയാണോ? എന്തൊക്കെ വിവരങ്ങളാണ് അദ്ദേഹം പറയുന്നത്? ക്രിസ്റ്റീന, ഉണ്ണി ശിവപാൽ നിർമ്മിച്ചെടുത്ത ടിക്കറ്റിംഗ് ആപ്പ്, ആ ആപ്പ് കുറ്റമറ്റതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരമാണ് നിലവിൽ സുരേഷ് ബാലാജി വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ തിയേറ്ററുകളിൽ അത് 6 മാസക്കാലം ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത് ഒഴിവാക്കാൻ കാരണം കൂടുതൽ സിനിമകൾ ആപ്പുകളിലേക്ക് എത്തിയിരുന്നില്ല, തിയേറ്ററുകൾ എത്തിയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് താൻ അത് ഉപയോഗിച്ചത്. ആപ്പിന് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. വളരെ മികച്ച ആപ്പായിരുന്നു. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ കൈരളി ശ്രീയിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആപ്പിനേക്കാൾ വളരെ മികച്ചതായിരുന്നു ഉണ്ണി ശിവപാലിന്റെ ആപ്പ്. സർക്കാർ ടെൻഡർ പ്രകാരം ഉണ്ണിക്ക് സർക്കാരിൽ നിന്ന് ആ ടെൻഡർ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ട് ലഭ്യമായില്ല എന്ന് തന്നെ വ്യക്തമല്ല. പക്ഷേ അത് ലഭിക്കേണ്ടതായിരുന്നു. അതിനുള്ള ക്വാളിറ്റി ആ ആപ്പിനുണ്ടായിരുന്നു എന്നാണ് ഫിയോക്കിന്റെ ഭാരവാഹി കൂടിയായ സുരേഷ് ബാലാജി നിലവിൽ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ആ ആപ്പ് കൂടുതൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതിൽ കൂടുതൽ അപ്ഡേഷനുകൾ വന്നാനേ, ഒരുപക്ഷെ ബുക്ക് മൈ ഷോ പോലുള്ള ആപ്പുകളുമായി കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആപ്പ് വളർന്നാനേ എന്ന ഒരു തിയേറ്റർ ഉടമ തന്നെ വ്യക്തമാക്കുന്നു. അദ്ദേഹം തന്റെ തിയേറ്ററിൽ ഉപയോഗിച്ച എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണി ശിവപാലിനെ ആപ്പിനെ പ്രകീർത്തിച്ച് നിലവിൽ 24നോട് പ്രതികരിച്ചത്. ക്രിസ്റ്റീന, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്.